ട്രക്ക് കോർഡിനേറ്റ് ചെയ്യുന്നത്, ലീഡ് ചെയ്യുന്നത്. നമ്മൾ ഇന്ന് ഇടുക്കി കോട്ടയം ബോർഡറിലുള്ള ഒരു അടിപൊളി വാട്ടർഫോൾസിലെ ട്രക്കിങ്ങിൻ്റെ വിശേഷങ്ങളായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് എല്ലാവരും വീഡിയോ ഫുള്ളായിട്ടൊന്ന് കണ്ടാൽ നമുക്ക് ഈ ട്രക്ക് അടിച്ച് പൊളിച്ച് വരാം. ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു അടിപൊളി മൺസൂൺ ട്രക്കിങ്ങിൻ്റെ വിശേഷമായിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മളെ പതിവിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഒരു വെറൈറ്റി എക്സ്പീരിയൻസ് ആണ് എനിക്ക് പേഴ്സണലി ഈ ഒരു ട്രിപ്പ് കൊണ്ട് കിട്ടിയത്. അത് നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാനാണ് ഞാൻ വന്നിരിക്കുന്നത് കേട്ടോ. പതിവിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ളൊരു ട്രക്കിംഗ് എക്സ്പീരിയൻസ് ആണെന്ന് പറയാൻ കാരണം ഇത് നമ്മൾ ഒരു ലാൻഡിലൂടെ അല്ലെങ്കിൽ ഒരു ചെറിയ ഹൈക്കിംഗ് പോലെ എന്നതിലപ്പുറം നമ്മളൊരു സ്ലൈഡിങ് വാട്ടർഫോൾസിൻ്റെ അകത്തേക്കിടെയാണ് നമ്മൾ ട്രെക്ക് ചെയ്ത് മുകളിലോട്ട് പോകുന്നത്. അതുതന്നെയാണ് ഇതിൻ്റെ പ്രത്യേകതയും. ഞങ്ങൾ ഏതാണ്ട് ഒരു 10 മണിയോടെ അടുപ്പിച്ച് ട്രക്ക് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങി. കേരളത്തിൻ്റെ എല്ലാ ജില്ലകളിൽ നിന്നുമായി ഒരു 9 പേരും ഗൈഡ് ഉൾപ്പെടെ ഞങ്ങൾ 10 പേരാണ് ട്രക്കിനുണ്ടായിരുന്നത്. അപ്പോൾ മുണ്ടക്കയത്ത് വന്ന് അവിടെ നിന്നാണ് ഞങ്ങൾ ഈ ഏരിയയിലേക്ക് എത്തിപ്പെട്ടത്. അത്യാവശ്യം രാവിലെ സ്മോൾ ടു മീഡിയം റേഞ്ചിൽ മഴ പെയ്യുന്നുണ്ടായിരുന്നു, എന്നാലും വലിയ ഡിസ്റ്റർബൻസ് ഇല്ല. പോകുന്ന വഴിക്ക് ചെറിയ തോതിൽ അട്ടശല്യമുണ്ട്. ഇപ്പോൾ അട്ടങ്ങൾ ഒരുപാട് കണ്ടില്ല, കാര്യം ഒരുപാട് ജനവാസം അല്ലെങ്കിൽ വേറെ അനിമലിൻ്റെ പ്രസൻസ് ഒന്നും ഇല്ലാത്തത് കൊണ്ടാണ് അട്ടയുടെ സാന്നിധ്യം അത്ര കാര്യമായി കണ്ടില്ല. നമ്മൾ സേഫ്റ്റി പ്രിക്കോഷൻസ് എല്ലാം എടുത്തിട്ട് ആണ് പോകുന്നത് കേട്ടോ. അപ്പോൾ തുടക്കത്തിൽ നമ്മൾ ആ വാട്ടർ സ്ട്രീം ക്രോസ് ചെയ്ത് ചെറിയ കുറച്ച് കയറ്റമൊക്കെ കയറിയിട്ടാണ് നമ്മൾ മുകളിലേക്ക് പോകുന്നത്. അപ്പോൾ തുടക്കത്തിലെ തന്നെ ഭാഗ്യം എന്ന് പറയട്ടെ, നമുക്കൊരു റംബൂട്ടാൻ ബ്രേക്കൊക്കെ കിട്ടി. അപ്പോൾ തൊട്ടടുത്ത മരത്തിൽ നിന്ന് കുറച്ച് റംബൂട്ടാനൊക്കെ പറിച്ച് എല്ലാവരും ആർത്തിയോടുകൂടെ കഴിച്ച് കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ പിന്നെ മുകളിലോട്ട് കയറിയത് കേട്ടോ. ഇതിൻ്റെ ലൊക്കേഷൻ പറയുന്നത് തോണിയംകാട് എന്നാണ് പറയുക. ലൊക്കേഷൻ കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ ഇത് നമ്മുടെ കോട്ടയം ഇടുക്കി ബോർഡറിൽ വരുന്ന ഒരു പ്ലേസാണ്. അപ്പോൾ പ്രിസൈസ് ലൊക്കേഷൻ പറയുകയാണെങ്കിൽ നമ്മുടെ വാഗമണിൽ തങ്ങൾപ്പാറയുടെ താഴ്വാരത്ത് കാണുന്ന ഒരു സ്പോട്ടാണ്. അപ്പോൾ ആ മുകളിൽ നിന്ന് വരുന്ന വെള്ളം ഒരു 3-4 സ്ട്രീമായിട്ട് ഇങ്ങനെ സ്ലൈഡ് ചെയ്ത് കഴിയുന്ന വാട്ടർഫോൾസാണ്. അപ്പോൾ അതിൻ്റെ ഒരു സ്ട്രീമിലൂടെയാണ് നമ്മളെ ട്രക്ക് മുന്നോട്ട് പുരോഗമിച്ച് മുകളിലേക്ക് പോകുന്നത് കേട്ടോ. ലൊക്കേഷൻ ഷെയർ ചെയ്യാൻ നോക്കുമ്പോൾ അതിന് പ്രിസൈസായിട്ട് ആ ലൊക്കേഷൻ കാണിക്കുന്നില്ല. ഗൂഗിൾ മാപ്പിൽ സത്യം പറഞ്ഞാൽ ആ ഒരു ലൊക്കേഷൻ മെൻഷൻഡേ അല്ല, പക്ഷേ അതിൻ്റെ നിയർ ബൈ ഒരു ലൊക്കേഷനാണ് ഞാൻ ആഡ് ചെയ്തിരിക്കുന്നത്. പക്ഷേ നമ്മൾ അതിലേക്ക് റൂട്ട് ഇടാൻ നേരത്തും അത് ഒരുപാട് കറങ്ങി തിരിഞ്ഞ് വേറെ ഏത് റൂട്ട് കൂടിയൊക്കെ കാണിക്കുന്നത്. അതല്ല കറക്റ്റ് വഴി വരുന്നത് നമ്മൾ കോട്ടയത്ത് നിന്ന് കുമളി പോണ വഴിക്ക് മുണ്ടക്കയം ബസ് സ്റ്റാൻഡ് എത്തുന്നതിന് തൊട്ട് മുന്നേ ലെഫ്റ്റ് കയറി അറൗണ്ട് ഒരു 13 കിലോമീറ്ററോളം പോയിട്ടാണ് നമ്മൾ ഈ സ്പോട്ടിലേക്ക് എത്തിപ്പെടുന്നത് കേട്ടോ. ആദ്യമേ തന്നെ പറയുകയാണ്, ഈ ലൊക്കേഷൻ പബ്ലിക്കിന് ഓപ്പൺ ആണ്. ഫോറസ്റ്റ് റേഞ്ചോ ഫോറസ്റ്റ് ഏരിയയോ ഒന്നും അല്ല, അതുകൊണ്ട് പ്രത്യേക പെർമിഷനോ കാര്യങ്ങളോ ഒന്നും വേണ്ട. എന്നിരുന്നാൽ തന്നെയും ഈ പ്രദേശത്തെയും ചുറ്റുപാടിനെയും പറ്റി അറിയാവുന്ന നല്ല നോളജുള്ള ഒരാളുടെ കൂടെ മാത്രമേ ഈ ട്രക്ക് റെക്കമെൻഡ് ചെയ്യുന്നുള്ളൂ. കഴിയുമെങ്കിൽ ഞങ്ങൾ വീഡിയോയിൽ മെൻഷൻ ചെയ്തിരിക്കുന്ന ആളെ കൂട്ടി തന്നെ പോകാൻ ശ്രമിക്കുക. തുടക്കത്തിൽ നിങ്ങൾക്ക് കാണുമ്പോൾ എനിക്ക് പേഴ്സണലായിട്ടും എക്സ്പീരിയൻസ് ചെയ്തതാണ്. ആദ്യമായിട്ട് കണ്ടപ്പോൾ അയ്യോ ഇതെങ്ങനെ നമ്മൾ കയറി മുകളിൽ എത്തുമെന്നൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷേ കയറി തുടങ്ങിയപ്പോൾ നമ്മൾ സമയമെടുത്ത് പതുക്കെ സാവധാനം സൂക്ഷിച്ച് ശ്രദ്ധിച്ചാണ് കയറിപ്പോയത്. അതുകൊണ്ട് തന്നെ യാതൊരുവിധ ബുദ്ധിമുട്ടും ഉണ്ടായില്ലെന്ന് തന്നെ വേണം പറയാൻ. ഒരു രക്ഷയില്ലാത്ത വൈബാണല്ലോ മൺസൂൺ വൈബ് എന്ന് പറഞ്ഞാൽ. ഇതാണ് വൈബ്. ഇത് വീഡിയോയിൽ കാണാമല്ല, നിങ്ങളത് നേരിട്ട് വന്ന് തന്നെ കണ്ട് എക്സ്പീരിയൻസ് ചെയ്യണം. നിങ്ങൾക്ക് ഇങ്ങനെ കാണുമ്പോൾ ഇച്ചിരി പേടിപ്പെടുത്തുന്നൊരു സ്കീമായിട്ട് തോന്നുമെങ്കിലും നമ്മൾ ഓരോ കാല് വയ്ക്കുമ്പോഴും പാറയ്ക്ക് വഴുകളുണ്ടോ, ചവിട്ടുന്ന സ്ഥലത്ത് സ്റ്റേബിൾ ആണെന്ന് ഉറപ്പ് വരുത്തിയിട്ട് പതുക്കെയാണ് കയറുന്നത്. എല്ലാത്തിലുപരി നമ്മുടെ മുന്നിൽ നമ്മുടെ ഗൈഡ് മനോജേട്ടൻ നമുക്ക് വഴി കാണിച്ച് കൊണ്ടുപോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പേടിക്കാനൊന്നുമില്ല. തിരക്ക് പിടിക്കാതെ എല്ലാ കാൽവെപ്പും ശ്രദ്ധിച്ച് സൂക്ഷിച്ച് പതുക്കെയാണ് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് അത്യാവശ്യം കോൺഫിഡൻസ് ഉള്ളവരൊക്കെ ഇറങ്ങിക്കോ, ധൈര്യമായിട്ട് ട്രക്ക് കംപ്ലീറ്റ് ചെയ്ത് നല്ലൊരു എക്സ്പീരിയൻസോടുകൂടി തിരിച്ചു വരാം.
ഈ ട്രക്കിലുള്ള 9 പേര് കേരളത്തിൻ്റെ വിവിധ ജില്ലകളിൽ നിന്നുള്ളവരാണ്. നമ്മളെല്ലാം കോർഡിനേറ്റ് ചെയ്ത് ഈ ട്രക്കിന് കൊണ്ടുവന്നിരിക്കുന്നത് നമ്മളെ രാഹുൽജിയാണ്. അതേപോലെ തന്നെ നമ്മൾ വൈൽഡ് ലൈഫ്, ബേർഡിങ്, ട്രക്കിങ്, ഹൈക്കിങ് എന്ന് വേണ്ട എല്ലാ പരിപാടിയും പിടിക്കുന്ന ഒരു ഗ്രൂപ്പാണ്. അപ്പോൾ ഇതേപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ട്രിപ്പോ കാര്യങ്ങളൊക്കെ പോകാൻ താല്പര്യമുള്ളവർ നമ്മളായിട്ട് കോൺടാക്റ്റ് ചെയ്താൽ മതി. അപ്പോൾ സമയവും സാഹചര്യവും ഷെഡ്യൂളും അനുസരിച്ച് പുതിയ ട്രിപ്പുകളൊക്കെ പ്ലാൻ ചെയ്യുമ്പോൾ നിങ്ങളെ ഇൻഫോം ചെയ്യും. അപ്പോൾ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. നമ്മൾ ഇങ്ങനെ ഗ്രൂപ്പായിട്ട് ട്രിപ്പ് പോകുന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ ആ ഗ്രൂപ്പിലുള്ള എല്ലാവർക്കും ഒരേ വൈബായിരിക്കും. ഈ കാഴ്ചകളും നമ്മളീ പോകുന്ന യാത്രകളും എല്ലാം ഒരേപോലെ എക്സ്പീരിയൻസ് ചെയ്യാനും അതിൻ്റെ സുഖവും എല്ലാ വൈബും ഒരേപോലെ ആസ്വദിക്കാനും അത് എക്സ്പ്രസ് ചെയ്യാനും ഷെയർ ചെയ്യാനും പറ്റുന്ന ഒരു ഗ്രൂപ്പായിരിക്കും. അതുകൊണ്ട് തന്നെയാണ് ആ ട്രിപ്പിൻ്റെ ഒരു എക്സ്പീരിയൻസ് പതിവിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ളൊരു ഇതായിരിക്കും. വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും സപ്പോർട്ട് ചെയ്യണം. ഇതേപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള യാത്രകളൊക്കെ പോകാൻ താല്പര്യമുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. സമയമെടുത്ത് ശ്രദ്ധിച്ച് സൂക്ഷിച്ച് ആണ് നമ്മൾ മുകളിൽ കയറിയ. നമ്മൾ 10 പേരിൽ ഒരാൾ പോലും തെന്നി വീഴുകയോ വേറെ എന്തെങ്കിലും പ്രശ്നം പറ്റുകയോ ചെയ്തിട്ടില്ല നമുക്ക് ഈ ട്രിപ്പിൽ. അപ്പോൾ ഈ എക്സ്പീരിയൻസൊക്കെ ത്രില്ലടിച്ച് നമ്മൾ കവർ ചെയ്ത് മുകളിലെത്തി ആ ഫോൾസിൽ ഒരു കുളിയൊക്കെ പാസ്സാക്കി കുറച്ച് നേരം റെസ്റ്റ് ചെയ്തിട്ട് നമ്മൾ സമാധാനത്തോടു കൂടി ഈ ഫോൾസിൻ്റെ പാരലലായിട്ടുള്ള സൈഡിൽ കൂടെ നമ്മൾ തിരിച്ചിറങ്ങുന്നു. അപ്പോൾ നമ്മുടെ ട്രക്ക് വൈൻഡ് അപ്പ് ചെയ്യുന്നത് കൂട്ടത്തിൽ നമ്മുടെ മനോജേട്ടൻ നമുക്ക് ഫുഡൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ടാവും. ഇപ്പോൾ ഞങ്ങളുടെ ഗ്രൂപ്പിൻ്റെ കൂടെ അല്ലാണ്ട് ഈ ട്രക്ക് നിങ്ങൾക്ക് പേഴ്സണലി എടുക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ മനോജേട്ടൻ്റെ നമ്പറും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾക്ക് നേരിട്ട് ആളെ കോൺടാക്റ്റ് ചെയ്ത് വേണ്ട അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ചെയ്ത് സെറ്റ് ചെയ്യാവുന്നേ ഉള്ളൂ കേട്ടോ. എൻ്റെ പേര് മനോജ് എന്നാണ്. ഞാനാണ് ഈ ട്രക്ക് കോർഡിനേറ്റ് ചെയ്യുന്നത്, ലീഡ് ചെയ്യുന്നത്. നമ്മൾ ആണ് ഇവിടെ ഈ ട്രക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മറ്റാരും ഇവിടെ അങ്ങനെ ആ ഒരു മേഖലയിൽ ചെയ്യുന്നില്ല. കാരണം അതിനൊരു പ്രത്യേക ഇൻട്രസ്റ്റും ഒരു താല്പര്യമൊക്കെ വേണമല്ലോ അത് ചെയ്യാനായിട്ട്. തോണിയങ്കാട് വാഗമൺ ഹിൽസിൻ്റെ താഴ്വാരമാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ട്രക്ക് ചെയ്തെത്തുക എന്ന് പറയുന്നത് ഒരു 8-9 മണിക്കൂർ നേരം കൊണ്ട് തങ്ങൾപാറയിൽ നമുക്ക് ട്രക്ക് ചെയ്തെത്താൻ സാധിക്കും. മൺസൂണിലാണ് ചെയ്യുന്നതെങ്കിൽ ലീച്ച് സോക്സ് അത്യാവശ്യം എല്ലാ പ്രിക്കോഷൻസ് നമ്മൾ എടുത്തു വേണം മുമ്പോട്ട് പോകാൻ. കാരണം തോട്ടപ്പുഴുവിൻ്റെ ഒരുപാട് സാന്നിധ്യമുള്ള സ്ഥലമാണ്. അപ്പോൾ ഈ ഒരു കാര്യം മാത്രമേ അതിനൊരു മുൻകരുതലായിട്ട് നമ്മൾ എടുക്കേണ്ടതുള്ളൂ. പിന്നെ മൺസൂണിൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് വെള്ളവും കാര്യങ്ങളും എല്ലാം സ്ട്രീമിൽ നിന്ന് ലഭിക്കും. സമ്മറിലാണ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ വെള്ളം ഉൾപ്പെടെ എല്ലാ സാധനങ്ങളും ഫുഡും എല്ലാം കരുതേണ്ടത്. നമ്മളിപ്പോൾ ട്രക്ക് ചെയ്തിരിക്കുന്നത് തോണിയങ്കാട് എന്ന് പറയുന്ന റൂട്ടാണ്. മൺസൂണിന് ട്രക്ക് ചെയ്യാൻ ഏറ്റവും മനോഹരമായ സ്ഥലമാണ്. ഒരു പക്ക പ്രൈവറ്റ് ഏരിയ. നമ്മളിപ്പോൾ ഫിനിഷ് ചെയ്തിരിക്കുന്ന അതിൻ്റെ ഒരു പകുതി മാത്രമാണ്. അതിൻ്റെ ഏറ്റവും പൂർണ്ണമായിട്ട് ചെയ്യാൻ സാധിക്കുന്നത് നമുക്ക് മൺസൂണിൽ ചെയ്താൽ, അത് സമ്മറിൽ നമുക്ക് ചെയ്യാൻ സാധിക്കും. മൺസൂണാണ് ഏറ്റവും നല്ല വൈബ്. മൺസൂണിൽ ചെയ്താൽ നമ്മൾ തങ്ങൾപാറ വരെ ട്രക്ക് ചെയ്തെത്തും. അതൊരു 1 ഡേ ട്രക്കാണ്. നല്ല ഫിസിക്കലി ഫിറ്റായിട്ടുള്ള നല്ല ആരോഗ്യമുള്ള ആൾക്കാർക്ക് പറ്റിയ റൂട്ടാണിത്. പിന്നെ ഇവിടെ ഏത് സമയത്തും നമുക്ക് ആക്സസ് ഉണ്ട്. നമുക്ക് പ്രത്യേക പെർമിഷനോ മറ്റു കാര്യങ്ങളോ ഒന്നും വേണ്ട. നമുക്ക് വന്ന് കയറി ചെയ്തു പോകാൻ പറ്റുന്നൊരു സ്ഥലമാണ്. നമ്മൾ മുകളിലൊക്കെ പോയി വാട്ടർഫോൾസൊക്കെ കണ്ട് തിരിച്ചിറങ്ങുവാണ് കേട്ടോ. വൈബ് എന്നൊക്കെ പറഞ്ഞാൽ വൈബാണ്. കാര്യം റിസ്ക് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ചെറിയ തോതിൽ പാറകളൊക്കെ ഉണ്ടെങ്കിലും അങ്ങനെ കാര്യമായിട്ട് വഴുക്കലൊന്നുമില്ല. ബട്ട് സ്റ്റിൽ ഓക്കെ ആണ്. അപ്പോൾ ഈ കാടിൻ്റെ മാജിക്കും ഭംഗിയൊക്കെ എക്സ്പീരിയൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വീട്ടിലിരുന്നാൽ പറ്റില്ല കേട്ടോ. എല്ലാവരും പുറത്തേക്ക് ഇറങ്ങണം. എന്നാൽ മാത്രമേ നമുക്കിതൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, വൺ സൈഡ് നമ്മൾ ആംബിയൻസൊക്കെ പിടിച്ച് ഫോൾസിൻ്റെ അകത്തേക്കിടെ നുഴഞ്ഞ് കയറി. കാണുമ്പോൾ ഇച്ചിരി കട്ടി തോന്നിക്കുമെങ്കിലും വലിയ കുഴപ്പമില്ല. ഒരു 98% വരെ വഴുക്കലോ കാര്യങ്ങളോ ഒന്നും നമുക്ക് ഇപ്പോൾ ഫീൽ ചെയ്തിട്ടില്ല. അപ്പോൾ സേഫാണ്. നമുക്ക് കൂട്ടത്തിൽ ആളുകളൊക്കെ ഉണ്ട്. എന്നിട്ട് നമ്മൾ തിരിച്ച്
ആ ഫോൾസിന് പാരലായിട്ടുള്ള ഇപ്പുറ സൈഡിൽ കൂടെ ഇറങ്ങണ ടൈമാണ്.